ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാര ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നതേ, നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ പോണേന്ന് പറഞ്ഞിട്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നെ ഫ്രണ്ട്സാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോണത്. എന്നോട് പറഞ്ഞു നീ വന്നാൽ മതി, സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചോളാം, നേരെ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കണത്. എന്തായാലും ഞാൻ അവരെ കൂടെ പോന്നിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാടം, വെള്ളം, മരങ്ങളും പുല്ലുങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പോകുന്ന സ്ഥലം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആനിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടിട്ടാണ് നമ്മൾ പോണേട്ടാ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്തിയിട്ട് താമരപ്പാട് കള്ള് ഷാപ്പിലേക്കാണ്. കള്ള് കുടിക്കാനല്ല, കള്ള് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിലേക്ക് തിരിച്ചെത്തില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ എത്തി. ചെറിയൊരു കേക്കൊക്കെ കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ആൻറ്റീനെ വിഷ് ചെയ്തു. ആൻറ്റിക്ക് വളരെ ഹാപ്പി ആയിട്ടാണ്. ആൻറ്റിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ഹാപ്പി ബർത്ത്ഡേ ആണ് ആൻറ്റി പറഞ്ഞത്. എന്തായാലും ആൻറ്റിക്കും സന്തോഷമായി, നമ്മൾക്കും സന്തോഷമായിട്ടാണ്. എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കേക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസമായാലും പറയണേ അവിടെ പോയിട്ട് കറികളും ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എന്തായാലും എത്തിയതല്ലേ എന്ന് വെച്ചാൽ നമ്മൾ കൂന്തൽ, കക്കിറച്ചി, ഞണ്ട്, താറാവ്, ബീഫ്, ചിക്കൻ, ഒരുവിധം എല്ലാ ഐറ്റംസ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 ചോറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പത്തിരി ആയിരുന്നു വാങ്ങിച്ചു. പിന്നെ കപ്പയും ഇതൊന്നും ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ താമരപ്പാടുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് ആളുകൾക്ക് തൊട്ട് താമരപ്പാടം വന്ന് അതിൽ കറങ്ങി ചുറ്റി അടിച്ച് നടക്കാട്ടെ. നമുക്ക് വഞ്ചി സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാമെന്നാണ് ആൻറ്റി പറഞ്ഞത്. പക്ഷേ കൊട്ടവഞ്ചി മഴ ആയതുകൊണ്ട് തന്നെ നനഞ്ഞ് കിടക്കണം, കാരണം അതിൽ കയറാൻ പറ്റിയില്ല. നമ്മളപ്പോൾ സാധാ വഞ്ചിയിൽ കയറി ഒരു റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഒരു 5 പേരുണ്ടായിരുന്നു, 380 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് പൈസ അല്ലല്ലോ പ്രധാനം, നമുക്ക് ഇതേപോലെ അടിച്ചുപൊളിയാണല്ലോ. പിന്നെ നമുക്ക് താമരപ്പൂട്ടും പൂവും ഇതൊക്കെ പറിക്കാം കേട്ടോ. അപ്പം ഞാൻ താമര മുട്ടാണ് പറിച്ചത്, പക്ഷേ എനിക്ക് അതിൻ്റെ തണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് പറിച്ച താമരപ്പൂണ്, അവൾക്കും അതിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു പാടത്തും കണ്ട 10 മണിച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം തന്നെ പറയാം കേട്ടോ. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ആർക്ക് വേണമെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഫുഡും കഴിക്കുകയും ചെയ്യാം, ഇവിടെ വന്ന് ആഘോഷിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മക്കളെയും ചേട്ടനൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്താവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെയും കൊണ്ട് അവർ ഫസ്റ്റായിട്ട് വന്ന എന്തായാലും സ്ഥലമാണ്. ഞാനും കള്ള് ഷാപ്പിലേക്കും ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. ഫുഡൊക്കെ കഴിച്ചത് വളരെ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എരിവ് ഇത്തിരി കൂടുതലാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പറയണതാണ് കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. കള്ള് കുടിക്കുന്നവർക്ക് എരിവ് കൂടിയാണ് കൂടുതൽ കള്ള് കുടിക്കും. നമുക്കറിയില്ല, അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളോട് കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് താമരപ്പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ.